എല്ലാ കൂട്ടുകാർക്കും സൈഗുസ് വിഷന്റെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നിങ്ങളുടെ ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കുന്നതിനാണ് നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ടൊന്ന് വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ഫാമിലി മൊത്തത്തിലുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മൾ മോണിറ്റൈസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മോണിറ്റൈസ് ആയിട്ട് 2-3 ദിവസമായി. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒത്തു വരുന്ന ഒരു ദിവസം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ആയി. പിന്നൊന്നും കിട്ടാറായിട്ടില്ല. ഡോളർ കയറുന്നില്ല. അപ്പൊ ഇനി കൂട്ടുകാരുടെ കയ്യിലും കൂടെയാണ് നമ്മുടെ ഡോളർ കയറുന്നതിന്റെ ഇതല്ലേ. സൈക്കോസ് വിഷൻ തുടങ്ങിയിട്ട് ഏകദേശം 2.5 വർഷത്തോളമായി. 2.5 വർഷമായപ്പോഴാണ് സൈക്കോസ് വിഷൻ എന്ന ഞങ്ങളുടെ കുഞ്ഞു ചാനല് മോണിറ്റൈസൺ ആയത്. അപ്പം ഈ മോണിറ്റൈസൺ ആകുക എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും ചാനലൊന്ന് മോണിറ്റൈസൺ ആകണം എന്നുള്ളതല്ലേ. അപ്പം ഞങ്ങൾക്കും അങ്ങനെ ആഗ്രഹമായിരുന്നു. പുളിമാത്ത് വെച്ചാണ്, നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പുളിമാത്ത് വെച്ചാണ് ഞങ്ങൾ ചാനൽ തുടങ്ങിയതെന്ന്. അവിടെ വെച്ച് ഞങ്ങൾ ചാനൽ തുടങ്ങി. അവിടെ നിന്ന് ഏകദേശം 1 വർഷം ആയപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനലിൻ്റെ വാച്ച് അവർ എന്ന് പറയുന്നത് 3650 വരെ എത്തിയതാണ്. ആ 3650 എത്തിയ സമയത്ത് ഞങ്ങളുടെ ഫോൺ കംപ്ലൈൻ്റ് ആയി. ഫോൺ നമ്മൾ മാറ്റി ഒരു പുതിയ ഫോണൊക്കെ എടുത്തു. ആ പുതിയ ഫോണൊക്കെ മാറ്റിക്കൊണ്ട് വന്നപ്പോൾ അവിടെ റേഞ്ച് പ്രോബ്ലം ആയത് കാരണം ഞങ്ങൾ സിമ്മ് മാറ്റിയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അവിടെ നിന്ന് താമസം മാറേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ മൊട്ടക്കാവിൽ വന്നു. താമസം തുടങ്ങിയ സമയത്ത് അവിടെയും നെറ്റ് പ്രോബ്ലം കാരണം ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റാതെയായി. ഞങ്ങൾക്ക് കിട്ടിയ ഈ 3650 എന്ന് പറയുന്ന വാച്ച് അവറാണ് കുറഞ്ഞ് ഏകദേശം ഞങ്ങൾ 3000 വരെ എത്തി. 2996 വരെ വന്നിട്ടുണ്ട്. അത് വിചാരിച്ചതാണ്. നമ്മൾ അതുവരെ മുട്ടക്കാവ് എത്തുന്നവരെ ഇട്ട വീഡിയോസ് എന്തെന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ എന്ത് പോകുന്നു എല്ലാ വീഡിയോ ഇടുമായിരുന്നു. നമ്മൾ അതുപോലെയാണ് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയായിരുന്നു. പക്ഷേ ആ വീഡിയോസ് ഒന്നും റീച്ച് ആവുന്നില്ല. നമ്മൾ ഇടാൻ പറ്റുന്ന വീഡിയോസ് ഇവിടെ വന്ന ശേഷം സത്യം പറഞ്ഞാൽ പുളിമാത്ത് വെച്ച് വീഡിയോ എല്ലാം നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ ചെയ്യുന്ന കുക്കിങ്ങും എൻ്റെ എങ്ങനെയാണോ ഒരു ഡേ ആ ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അല്ല, നമ്മളിവിടെ മുട്ടക്കാവിൽ വന്ന ശേഷം പിന്നെ ചേട്ടൻ്റെ കയ്യിലായി ഫോൺ. എനിക്ക് ഫോൺ ഇല്ല എന്നുള്ളതുകൊണ്ട് ചേട്ടൻ വരുന്ന സമയത്ത് ചെറിയ കുക്കിങ് അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നിർവാഹേഷം പറയാം, അങ്ങനെ വാച്ച് അവർ കുറഞ്ഞ് ഞങ്ങൾ 3000-നും താഴോട്ടും പോയില്ല. 3200 പോയിട്ട് പിന്നെ കുറെ നാളായപ്പോ അങ്ങനെ നമ്മൾ ഇടയ്ക്ക് കുറെ ലൈവൊക്കെ ഇട്ടു. പക്ഷെ പിന്നെ നമ്മള് പുളിമാത്ത് 3100 ചില്ലറ നമ്മള് 2 വീഡിയോ 3100 ചില്ലറ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഹാഫ് മോണിറ്റൈസ് ചെയ്തായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചു 3600 വരെ എത്തിയതുകൊണ്ട് 4000 എത്തിയ ശേഷം മോണിറ്റൈസ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഞങ്ങള് വാച്ച് അവർ കുറഞ്ഞു. നമ്മളൊരു ഫ്രണ്ട് മുഖാന്തരം നമ്മളൊരു 2-3 വീഡിയോ നമ്മൾ പത്തനംതിട്ടുള്ള വീഡിയോ. അതെ, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഹരിച്ചേട്ടൻ്റെ ഒക്കെ വീഡിയോ, നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് കേട്ടോ. ഹരിച്ചേട്ടനും നമ്മുടെ രാജേഷ് കൊട്ടാരത്തില് പിന്നെ സുജിത്ത് ചേട്ടനൊക്കെ അങ്ങനെ അവരുടെ ഇതിലാണ് പിന്നീട് നമുക്ക് ആ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് പറയുന്നത്. അതെ. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. 1000 നന്ദി. ഇപ്പോഴും ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡള്ളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഫാമിലി ട്രാവൽ ബ്ലോഗ് ചെയ്യാമെന്നൊരു ഐഡിയയില് ഫാമിലി ബ്ലോഗായിട്ട് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ഞങ്ങളുടെ പറയുന്ന ഒരു ഐഡിയയിലാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇപ്പൊ പറ്റുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഒരുപാട് നമുക്ക് വ്യൂസൊക്കെ വളരെയധികം കുറഞ്ഞ് നിൽക്കുകയാണ്. ഒരു മന്ദതയിൽ നിൽക്കുകയാണ്. എന്നാലും ഇതുവരെയൊക്കെ എത്തിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഗാർഡൻ ആണ് ഇടയ്ക്ക് കയറിയത്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെയെന്ന് പറയുമ്പം ഈ ഓരോരുത്തരുടെ ഭാഗ്യമാണ്. യൂട്യൂബ് ചാനലെന്ന് പറയുമ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ ആർക്കും വരുമാനം കിട്ടത്തില്ല. പെട്ടെന്ന് രക്ഷപ്പെടുന്നവരുമുണ്ട്, രക്ഷപ്പെടാത്ത ആൾക്കാരുണ്ട് കേട്ടോ. എൻ്റെ കൂടെ തന്നെ ചാനൽ തുടങ്ങി എനിക്കറിയാം ഏകദേശം 2-3 പേര് വരെ എനിക്കറിയാം. എൻ്റെ അറിവിൽ തന്നെ അവർ മതിയാക്കി പോയി. ഒരാൾ മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് ഡോളർ തികഞ്ഞില്ല എന്ന പേരിൽ മതിയാക്കി പോയി. ഒരാൾ വ്യൂസ് ഇല്ല എന്ന പേരിൽ മതിയാക്കി പോയി കേട്ടോ. പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു വീഡിയോ 1K 2K ആയെന്ന് പറഞ്ഞാൽ നമുക്ക് മോണിറ്റൈസ് നമുക്ക് യൂട്യൂബിന് ഒരു വരുമാനം നമുക്ക് കിട്ടത്തില്ല. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സൊക്കെ ആയല്ലോ, അപ്പോൾ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ചാനലുണ്ട്, വരുമാനം എത്ര കിട്ടി നിങ്ങൾക്ക് എന്നാണ് എല്ലാവരും നമ്മളെ ആൾക്കാർ വിളിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. ഞാൻ പല ജില്ലകളിൽ നിന്നായിട്ട് ഒരുപാട് കൂട്ടുകാർ നമ്മളെ കോൺടാക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരും വിളിച്ചുകൊണ്ട് ചോദിച്ചത് വരുമാനം കിട്ടി തുടങ്ങി. പക്ഷെ വരുമാനം കിട്ടത്തില്ല കേട്ടോ. നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമുക്ക് വലിയ അറിവൊന്നുമില്ല. ഒരു ക്രൈറ്റീരിയ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകണം എന്നുള്ളതാണ്.
അതെ 4000 ആദ്യത്തെ ക്രൈറ്റീരിയ 4000 വാച്ച് അവർ തികയ്ക്കാന്നുള്ളത്. ഈ 4000 ഒരു കൊല്ലത്തിനകത്ത് 365 ദിവസത്തിനകത്ത് വെച്ച് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, 1000 സബ് കഴിഞ്ഞിരിക്കണം. അതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. അത് കഴിഞ്ഞിട്ട് വരുന്നത് അത് അല്ലെങ്കിൽ ഷോർട്സ് വരുന്നതെന്ന് പറഞ്ഞാൽ 90 ദിവസം കൊണ്ട് 10 മില്യൺ 90 ദിവസം കൊണ്ട് 10 മില്യൺ വാച്ച്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പക്ഷെ ഏറ്റവും നല്ലത് വാച്ച് അവർ കൂട്ടാനാണ് നല്ലത്. അതിന് വാച്ച് അവർ നമ്മൾ പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർക്ക് കൂടി വേണ്ടി പറയാം, വാച്ച് അവർ കൂട്ടാൻ ഏറ്റവും നല്ലത് ലൈവ് പിന്നെ ഡെയിലി വീഡിയോ എടുക്കാം. ഞങ്ങൾ ചാനൽ തുടങ്ങിയ സമയത്ത് ആഴ്ചയിൽ 1-2 വീഡിയോ എന്ന കണക്കിനാണ് വല്ലപ്പോഴേക്കാണ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു 6 മാസത്തോളമൊക്കെ പകുതിയൊക്കെ ആയപ്പോൾ നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഡെയിലി വീഡിയോ ഇട്ടാൽ മാത്രമേ വാച്ച് അവർ കയറത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡെയിലി വീഡിയോ ഇട്ട് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒരുപാട് വാച്ച് അവറിൽ മാറ്റം ഉണ്ടായത് കേട്ടോ. പിന്നെ ലൈവ് നമ്മൾ അധികം അങ്ങനെ ഇട്ടിട്ടില്ല, പക്ഷെ വാച്ച് അവർ കൂടാൻ ഏറ്റവും നല്ലത് ലൈവ് എന്ന് പറയും കേട്ടോ. വാച്ച് അവർ കൂട്ടാൻ ലൈവും പിന്നെ ഡെയിലി വീഡിയോ ഇടുക, പിന്നെ ഷോർട്സ് നല്ലതുപോലെ നിങ്ങൾ ചെയ്യുക. പിന്നെ കണ്ടന്റ് ബേസ് തന്നെ നമ്മളെ വീഡിയോ ചെയ്ത് പോകാം എന്നൊക്കെ ഉള്ളതാണ്. ഫാമിലി വ്ലോഗ് എന്നൊരു രീതിയിലാണ്. പിന്നെ നമ്മൾ ചാനൽ തുടങ്ങിയ കാരണങ്ങളൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ അതൊന്നും ഇന്ന് പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ റവന്യൂ കിട്ടാറൊന്നും ഞങ്ങൾക്ക് ആയിട്ടില്ല. അപ്പം യൂട്യൂബിന് ഇതുവരെയും പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് യൂട്യൂബിന് ഏറ്റവും വലുതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ അറിയുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എനിക്ക് വേറെ അല്ലാതെ മീനുകുട്ടിയെ സഹായിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ. മീനുകുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തവരുണ്ട്. സ്കൂളൊക്കെ തുറന്നപ്പോൾ അവർക്ക് ബുക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തവരുണ്ട്. പിന്നെ ഡ്രസ്സ് സ്കൂളിലിടാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഇട്ട ഡ്രസ്സ് ഞങ്ങൾ പറഞ്ഞല്ലോ അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ പിന്നെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്കുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്കിവിടെ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് വരെ ചാനലിലൂടെ ചാനലുള്ളവരുണ്ട്, ചാനലില്ലാത്തവരുണ്ട്, ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ അത്യാവശ്യം നമ്മളെ 1-2 പേരൊക്കെ അറിയുന്നുണ്ട്, നമ്മളെ ചോദിക്കാറുണ്ട്. നമ്മളെ ഇങ്ങനെ നെടുമങ്ങാടൊക്കെ പോയപ്പോഴും നമ്മളെ വിളിച്ചു നിർത്തിയൊക്കെ നമ്മുടെ ചോദിച്ചു. ഇന്ന് ഒരാൾ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു പരിചയപ്പെട്ട് അങ്ങനെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ഗിഫ്റ്റായിട്ടൊക്കെ ഞങ്ങൾ കണക്കൂട്ടുന്നത് അത് തന്നെയാണ് കേട്ടോ. അല്ലാതെ പിന്നെ എല്ലാവരും ആഗ്രഹിക്കും പൈസ വലുതായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോന്ന് വെച്ചാൽ ഇല്ല കേട്ടോ. പൈസ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടല്ല ഈ ചാനൽ സത്യം പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നിങ്ങളത് തുറന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഒരാളെങ്കിലും നമുക്ക് സഹായിക്കാം എന്നൊരു മനസ്സും ഇങ്ങനെ ഉണ്ടായിട്ടോ. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്നുള്ള രീതിക്ക് ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിക്കും ഉണ്ട്. അത് ഞാൻ വരും കാലങ്ങൾ നമ്മൾ അറിയിക്കേണ്ടതായിരിക്കും. അതെങ്ങനെയാണ് നമ്മളത് ഒരു പദ്ധതിയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരടുത്തും ഇതുവരെ തുറന്നു പറയാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു ചെറിയ പദ്ധതി കാര്യങ്ങളായിട്ടൊക്കെ ഐഡിയകളായിട്ട് മുന്നോട്ട് തന്നെ പോകാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് ഒരുപാട് പേര് എല്ലാവരും ഓടി നമുക്ക് സഹായിക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ ഒരാളെങ്കിലും നമുക്ക് ചിലപ്പോൾ സഹായിക്കാൻ പറ്റും. അതെ, സ്കൂൾ തുറക്കുമ്പോൾ ഒരു കുഞ്ഞിനെങ്കിലും ഒരു ബുക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയണം എന്നാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ആഗ്രഹം. അറിയത്തില്ല എന്നാണെങ്കിലും പറ്റും. അതിപ്പോ ഒന്നുമില്ലെങ്കിൽ അതിപ്പോ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ കിട്ടുന്ന വരുമാനം കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ വീട്ടിലെ കാര്യങ്ങളേ നടക്കുന്നില്ല. ഞങ്ങള് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ ഞങ്ങളുടെ സാഹചര്യം. ഞങ്ങളിങ്ങനെ ചാനലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ആൾക്കാരൊന്നും അല്ല, സാധാ വാടക വീട്ടിൽ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ളവരാണ്. നമ്മൾ അറിയപ്പെടുന്നവരോ വലിയ സെലിബ്രിറ്റിയോ ഒന്നും അല്ല. നമ്മളെ കൊണ്ട് പറ്റും പോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ കഴിയുന്ന ആളുകളാണ് നമ്മളെന്ന് പറയുന്നത്. ചേട്ടൻ എന്താ പറയാല്ല മോണിറ്റൈസിന്റെ ആ ഒരു വര ഫില്ലായി കാണുമ്പോൾ ഉള്ള സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് കേട്ടോ. സന്തോഷമാണ്. ഇനി അടുത്തൊരു ലൈൻ വരുന്നുണ്ട്, അതെന്ത് കംപ്ലീറ്റ് ആവുമെന്ന് അറിയത്തില്ല. അതെ, അടുത്ത ഡോളർ ലൈൻ വരുന്നുണ്ട്. ഈ ഡോളർ ലൈൻ എന്ന് കംപ്ലീറ്റ് ആവുമെന്നുള്ളത് അറിയത്തില്ല. ഡോളർ ലൈനിലാണ് ഇനി ബാക്കിയുള്ള നമ്മുടെ ജീവിതവും ഒക്കെ ഇരിക്കുന്നത്. ഇനി ഭാവിയിൽ വരുന്ന യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ യൂട്യൂബുമായിട്ട് കൊണ്ടുപോകണോ ഇങ്ങനെയൊക്കെ തീരുമാനിക്കേണ്ടത് ഈ ഡോളറിന്റെ ലൈനാണ്. അപ്പോൾ അത് സെറ്റായി വരികയാണെങ്കിൽ നമ്മൾ യൂട്യൂബിലുണ്ടായിരിക്കും. ഞങ്ങൾ ഒരുപാട് പേര് നമുക്ക് കാണാനുണ്ട്. നമ്മുടെ വീടുകളിൽ പോയി കാണാനൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമ്മൾ പോയി കാണുന്നതായിരിക്കും. ഒരുപാട് താഴെത്തട്ടിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഒരുപാട് പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്ന് പറ്റും എന്നുള്ളത് അറിഞ്ഞുകൊണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കണ്ട് എന്നോ പറ്റും, അന്ന് പറ്റുന്നതിൻ്റെ അന്ന് നമ്മൾ ഉറപ്പായിട്ടും വരും.
നമുക്കൊന്നും സഹായിക്കാൻ ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും, പക്ഷെ നിങ്ങളെ വന്ന് കാണുമ്പോൾ നമ്മളൊരു വാക്ക് നമ്മൾ നേരത്തെ ഒരുപാട് പേരെടുത്ത് നമ്മളെ ലൈവിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാണാനായിട്ട് ഒരുപാട് പേരുണ്ട്. അതെ അതെ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വന്ന് ഉറപ്പായിട്ടും കാണുന്നതായിരിക്കും. സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ സഹായിക്കുകയും ചെയ്യും. ഇപ്പോഴും ഞങ്ങൾ എന്തായാലും ഇങ്ങനെ അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയും വേണം അല്ലേ? പോകുന്നതേ എല്ലാവരും പ്രാർത്ഥനയും വേണം. പിന്നെ പറ്റുന്നുള്ളവരൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പ്ലേ ചെയ്തിട്ടിരിക്കാനോ അങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ. അതവർ പറയണ്ട, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, പുതിയ കൂട്ടുകാർ എത്രയും പെട്ടെന്ന് ഡെയിലി വീഡിയോ ലൈവ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കൊച്ചുകുട്ടികളുടെ കരച്ചില് കാര്യങ്ങൾ അങ്ങനെയുള്ളത്, പിന്നെ ഡ്രസ്സ് വാക്കേടായിട്ടുള്ള ഡ്രസ്സിങ് രീതികൾ ഇങ്ങനെയുള്ളതൊന്നും പാടില്ല. സംസാരം, പിന്നെ നമ്മുടെ കത്തി തീ ഇങ്ങനെയൊക്കെ ഉള്ളതൊന്നും നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പാടില്ല. മാക്സിമം ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കെയർ ചെയ്ത് നോക്കിയിട്ട് വരെ നമുക്ക് ഒരുപാട് പണികൾ ഇടയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾ കെയർ ചെയ്ത് വേണം വീഡിയോ ഇടാൻ. ലൈവ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും. പിന്നെ ലൈവിൽ ഒരുപാട് നെഗറ്റീവ് ഒക്കെ വരും, അതുകൊണ്ട് അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. അത് അങ്ങനെ ഒരുപാട് ഞരമ്പ് രോഗികളുണ്ട്. അപ്പം നമ്മൾ അവരെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതെ, ഓക്കെ. നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതെ നമ്മുടേതായ കുറേ കൂട്ടുകാരെ നമുക്ക് കിട്ടും. നമ്മൾ അവരെ നോക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കും. ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞു സന്തോഷമാണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ഞങ്ങളങ്ങനെ മോണിറ്റൈസനായി അല്ലേ ഡോളറിലോട്ട് കടന്നിരിക്കുന്നത്. അങ്ങനെ സന്തോഷം നമ്മൾ പങ്കുവച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹായ്.